അവയവ കച്ചവടത്തിന് ആളുകളെ കടത്തിയ കേസ് കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന് ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേന. നിലവിൽ എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? കൂടുതൽ മലയാളികളുണ്ടോ ഈ സംഘത്തിൽ? അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയിട്ടുണ്ടോ? ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇപ്പോൾ പറയാൻ പറ്റിട്ടില്ല. പക്ഷേ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നല്ല കുറച്ച് ക്ലൂ ഉണ്ട്, ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും. ഇയാൾ സഹകരിക്കുന്നുണ്ടോ ചോദ്യം ചെയ്യലിനോട്? സാബിത്ത് സഹകരിക്കുന്നുണ്ടോ ചോദ്യം ചെയ്യലിനോട്? അത് കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ ഈ സമയത്ത് പറയാൻ പറ്റില്ല. വളരെ പ്രിലിമിനറി സ്റ്റേജ് ആണ് ഇൻവെസ്റ്റിഗേഷനിൽ. പക്ഷേ നല്ല ക്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ വളരെ സജീവമായ രീതിയിൽ ഡിവൈഎസ്പിയിലേക്ക് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. സെൻട്രൽ ഏജൻസികളിൽ ഏതെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇൻവെസ്റ്റിഗേഷനിൻ്റെ പാർട്ടാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേഷനിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വളരെ ശാസ്ത്രീയമായ രീതിയിൽ കൂടുതൽ പരാതിക്കാരെ കണ്ടെത്താൻ പറ്റുള്ളൂ, കൂടുതൽ കംപ്ലൈൻറ്റ്സ് അങ്ങനെ ആരെങ്കിലും അത് സാധ്യത ഉണ്ടോ? പക്ഷേ ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. പരാതി ലഭിക്കുകയാണെങ്കിൽ അത് മെറിറ്റ് ബേസിസിൽ നമ്മൾ ആക്ഷൻ എടുക്കും. കൊച്ചി സ്വദേശി മധുവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ? അത് കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റിട്ടില്ല. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ വളരെ നല്ല രീതിയിൽ. സെൻട്രൽ ഏജൻസികൾ ഏതെങ്കിലും വരാനുള്ള സാധ്യത അങ്ങനെ? അത് ഇപ്പോൾ ഈ സമയത്ത് സ്റ്റേറ്റ് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. സോ ജസ്റ്റ് വെയിറ്റ് ഫോർ കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി. ലൈംഗിക ആരോപണം ഉൾപ്പെടെ വരുന്നുണ്ടല്ലോ പനങ്ങാട് പോലീസ് ഉൾപ്പെടെ കേസ് എടുത്തിട്ടുണ്ട്. പനങ്ങാട് പോലീസ് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പനങ്ങാട് പോലീസ് അത് നമ്മുടെ കേസിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് പരിശോധിച്ചു വരികയാണ്. നിലവിൽ പിടിയിലായ സജിത്ത് ശ്യാം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ ആളാണ്. അന്വേഷണം ശാസ്ത്രീയ രീതിയിൽ പുരോഗമിക്കുന്നു. ഹൈദരാബാദിലും ബാംഗ്ലൂരിലും നടത്തുമെന്നും എസ് പി ആലുവയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആലുവ.